നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ, ജനതാദൾ നാഷണലിസ്റ്റിൻ്റെ സംസ്ഥാന പ്രസിഡന്റ്. ബഹുമാന്യരെ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെയും എൻ്റെ ഗ്രൂപ്പിൻ്റെയും അഭിനന്ദനങ്ങളും ആശംസകളും. UP-യിൽ ഒരു മെഡിക്കൽ കോളേജിൽ തീപിടുത്തമുണ്ടായി. 10-15 കൊച്ചുകുട്ടികൾ മരിക്കുകയും കുറേ പേർ കൂടി മാരകമായ പരിക്കേൽക്കുകയും ചെയ്തു. ഇതാദ്യമല്ല, പല സംഭവങ്ങളുണ്ടാകാറുണ്ട്. ഇതൊക്കെ ബന്ധപ്പെട്ട അധികാരികൾ ഒന്നുകൂടി ശ്രദ്ധിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുക. നമ്മുടെ കേന്ദ്ര കമ്മിറ്റി അംഗമായ CPM-ൻ്റെ മുൻ DYFI ദേശീയ നേതാവ് പ്രസിഡൻ്റൊക്കെ ആയിരുന്ന ആളെ പേരിൽ കള്ള ആത്മകഥാ ചരിത്രം രചിച്ച് മോശക്കാരനായി ചിത്രീകരിച്ചിട്ട് അതിനെതിരെ DYFI-യോ SFI-യോ CPM-ഓ ഒരാൾ പോലും പ്രതികരിച്ച് കണ്ടില്ലെന്ന് മാത്രമല്ല, അങ്ങനെ DC ഷെരീബിയാണുള്ള ആൾ ആ ഓഫീസിലേക്കൊരു പ്രകടനം മറ്റോ നയിക്കാതെ ഒന്നും ശ്രദ്ധിച്ചിട്ടില്ല. പഴയ സഖാക്കളുടെ ആ സമരവീര്യമൊക്കെ എവിടെയോ പോയി മാറും. എല്ലാവരും സമ്പന്നരായി. ഇനി ആവശ്യമില്ല സമരം ചെയ്ത് ജയിലിൽ പോയി കിടക്കാനൊന്നും താല്പര്യമില്ല. ഉള്ള പണം ആസ്വദിക്കണം എന്നുള്ളതാണ്. അത് ഒരു വശം തന്നെയാണ്. ഇന്നത്തെ ഒരു സംഭവം, കേരളത്തിൽ സന്ദീപ് വാര്യർ കോൺഗ്രസിൽ ചേർന്ന് കോൺഗ്രസ് മെമ്പർഷിപ്പ് കൊടുത്തു എന്നുള്ളതാണ്. സന്ദീപ് വാര്യരെ കുറിച്ച് BJP-യുടെ ആൾ പറഞ്ഞത് 45 വക്താക്കൾ ഒരാൾ മാത്രമാണ്, സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ മാത്രമാണ്, വേറെ സ്ഥാനമാനങ്ങളൊന്നുമില്ല. ശരി തന്നെ. ഇത് പബ്ലിക്ക് അറിയാത്ത ചില രഹസ്യങ്ങൾ BJP-യിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിലുണ്ട്. ഒന്ന്, മൻമോഹൻ സിംഗ് പാർലമെൻറ്റിലേക്ക് മത്സരിക്കാതെ രാജ്യസഭ എന്ന കുറുക്ക് വഴി തേടിയത്? പാർലമെൻറ്റിലേക്ക് നിർത്തി ജയിപ്പിച്ചെടുക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ഉറപ്പില്ല. ഒരിക്കൽ നമ്മുടെ പ്രധാനമന്ത്രിയായ നരസിംഹറാവു, അദ്ദേഹം ബ്രാഹ്മണനാണല്ലോ, അദ്ദേഹം പ്രധാനമന്ത്രിയാക്കുകയും 6 മാസം നിന്ന് ജയിച്ചെടുക്കണ്ടേ രാജ്യസഭയിൽ നിന്നോ ലോകസഭയിൽ നിന്നോ? അങ്ങനെ ലോകസഭയിൽ നിന്ന് ആന്ധ്രാപ്രദേശ് ഒരു സീറ്റ് മത്സരിക്കാൻ വേണ്ടി ചെയ്തിട്ട് സ്പെഷ്യൽ ബ്രാഞ്ച് CBI എന്നിവരുടെ എത്ര രഹസ്യ നീക്കം നടത്തി ഓരോ കക്ഷികളെയും പാർട്ടികളെയും ഒതുക്കി അപ്രസക്തമായ എന്തോ ഒരാളെ വെച്ച് മാത്രമാണ് അദ്ദേഹം ജയിപ്പിച്ചത്. അത് കോൺഗ്രസ് സംബന്ധിച്ച്, അത് കോൺഗ്രസ് ഗവൺമെൻറ് ആണല്ലോ, വലിയ റിസ്ക് ആയിരുന്നു. അതുപോലും റിസ്ക് ഏറ്റെടുക്കാൻ ഇന്ന് കേരള BJP തയ്യാറില്ലെന്നേ. ഇവിടെ ഈഴവ നായർ 2 കാര്യങ്ങളാണ് കേരള BJP-യുടെ തടസ്സം മുഴുവൻ വളർച്ച മുരടിക്കാൻ കാരണമാണ്. 25% വരുന്ന ഈഴവ വിഭാഗവും 10% നായർ വിഭാഗവും, ഈ 2 സമുദായങ്ങളാണ് കേരളത്തിലെ ഹിന്ദു സമുദായത്തിൽ കയറി നിൽക്കുന്നത്. ബാക്കി ബ്രാഹ്മിൻസ് അല്ലെങ്കിൽ ഇതുപോലെ കണിക്കർ പിന്നെ വാര്യർ ഒക്കെ വളരെ കുറച്ചുള്ളൂ, ആയിരങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നായർ അല്ലെങ്കിൽ ഈഴവനല്ലെങ്കിൽ ദളിതരെ പറ്റി ചിന്തിക്കുന്നില്ല. കാരണം അത് റിസർവ് സീറ്റിൽ നിർത്താണ്, അതിന് പാർട്ടിക്ക് വ്യത്യാസമില്ല. എന്നാൽ ജയിപ്പിച്ചെടുക്കാൻ പ്രയാസമാണ്. ശോഭ സുരേന്ദ്രൻ മത്സരത്തിൽ വോട്ട് കിട്ടുന്നുണ്ട്, മറ്റു പലരും മത്സരം വോട്ട് കിട്ടുന്നില്ല. കാലം അങ്ങനെ ആയിപ്പോയി കേരളം പോലും. മറിച്ച് CBC വാര്യർ CPM-ലെ നിന്ന് ജയിച്ചിട്ടുണ്ട്, സുരേഷ് കുറുപ്പ് ജയിച്ചിട്ടുണ്ട്. അന്നൊന്നും കമ്മ്യൂണിസ്റ്റ് ചിഹ്നത്തിന് വോട്ട് ചെയ്യുന്നു, പേര് നോക്കൂല. ഇന്നിപ്പം മാറി അവരും പേരിലേക്ക് എത്തിക്കഴിഞ്ഞു. അത്ര അതമ്പതിച്ചു പോയി എന്നർത്ഥം. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കുറ്റം പറയില്ല, കോൺഗ്രസ്സൊക്കെ അങ്ങനെയാണ്. പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രത്യേകം പറയാൻ കാരണം ഞങ്ങൾക്ക് ജാതിയില്ല മതമില്ല എന്നൊക്കെ പറഞ്ഞ പാർട്ടിക്ക് പോലും ജാതി മാത്രം ഉപജാതി നോക്കേണ്ടി വരുന്നു. അങ്ങനെ നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയം, ഇന്ത്യൻ ജനാധിപത്യ തകർച്ചയുടെ പക്കത്താണ്, വളരെ താഴ്ന്നു പോയി, മൂല്യം വളരെ കുറഞ്ഞുപോയി. അപ്പോൾ വാര്യരെ പോലെ ഒരാളേക്ക് BJP നിർത്തിക്കൊണ്ട് നിന്ന് ജയിപ്പിച്ചെടുക്കുക എന്നുള്ളത് അസാധ്യമാണ് കേരളത്തിൽ. വടക്കേറ്റിലോ തന്നെ സ്ഥിതി ആലോചിച്ച് നോക്ക്.
ഇന്ന് ബ്രാഹ്മണ ഒരാള് ഇന്ത്യൻ പാർലമെന്റിലേക്ക് നിർത്തി ജയിപ്പിച്ചെടുക്കുക എന്നുള്ളത് ഒരു ഭഗീരഥ പ്രയത്നം തന്നെയാണ്. അവിടെ കഴിയുന്നു നിർത്തുന്നില്ല ആരും. നോക്കുക എത്ര ബ്രാഹ്മിൻസ് ഉണ്ട് ഇന്ത്യൻ പാർലമെന്റിൽ, നോക്കിയോ, എനിക്ക് കണക്ക് കൃത്യമായിട്ട് ഞാൻ പറയുന്നില്ല. വലിയ വിഷയം തന്നെയാണ്. അപ്പം അതുകൊണ്ടാണ് ഇന്ത്യൻ രാഷ്ട്രീയം, അത് BJP ആയാലും കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും പിന്നെ സാംസ്കാരികമായി വളരെ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനൊരു PTA പ്രസിഡൻ്റ് ആയിരുന്നപ്പോൾ ഒന്നൊരു സംശയം പോയി ചോദിച്ചു, ഈ സംസ്കാരം ഉണ്ടാകേണ്ടത് സ്കൂളിൽ നിന്നാണോ വീട്ടിൽ നിന്നാണോ? അപ്പോൾ ചിലർ പറഞ്ഞു അത് സ്കൂളിൽ നിന്ന് വേണം, അപ്പോൾ ചിലർ പറഞ്ഞു വീട്ടിൽ നിന്ന് വേണം. അപ്പോൾ ഞാൻ പറഞ്ഞു അല്ല, സംസ്കാരം ഉണ്ടാകുന്നത് വ്യക്തിയിൽ നിന്നാണ്. വ്യക്തി നന്നായാലും രാജ്യം നന്നാവും. അപ്പോൾ വ്യക്തികളാണ് നന്നാകേണ്ടത് ജനാധിപത്യത്തിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിലും. പക്ഷെ വ്യക്തികൾ ചിന്തിക്കുന്നതെല്ലാം ജാതീയമായിട്ട് ചിന്തിക്കുന്നു, അല്ലെങ്കിൽ ജാതീയമായിട്ട് ചിന്തിക്കാൻ പാർട്ടിയുടെ ഉന്നത നേതാക്കൾ കൃത്രിമമായിട്ടും സപ്പോർട്ട് ചെയ്യുന്നു, സാഹചര്യം ഉണ്ടാക്കുന്നു. അതാണ് വിഷയം. അത് ചെറിയ സംഭവമല്ല. അപ്പം അങ്ങനെ നിൽക്കുമ്പോൾ BJPയിൽ കേരളത്തിൽ വളർച്ച വരേണ്ട കുറേയധികം സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും ഒരു സാഹചര്യവും BJPക്ക് വളരാൻ പറ്റിയില്ല. പിന്നെ നേമത്ത് രാജഗോപാൽജി ജയിച്ചതുകൊണ്ട് രണ്ട് കാരണം. ഒന്ന്, അദ്ദേഹത്തിൻ്റെ ആ പകുതിയും സീനിയോറിറ്റി നിന്ന് തോറ്റ് കണ്ട് മടുത്ത ഒരു ജനം. അതിനേക്കാൾ ഉപരി വീണ്ടും തുറമുഖത്തിന് വേണ്ടി കോടിക്കണക്കിന് രൂപ വന്നതിൽ അതിലൊരു ഷെയർ അന്നത്തെ UDF നേതാക്കൾ കൊടുത്ത് അങ്ങനെ കോൺഗ്രസിൻ്റെ അപ്രസക്തനായ ഒരു സ്ഥാനാർത്ഥി നിർത്തി കോൺഗ്രസ് ബൂത്തിരിക്കാൻ പോലും ഏജൻ്റ് ഉണ്ടായത് അങ്ങനെ ജയിപ്പിച്ചെടുക്കായിരുന്നു. ഈ പിന്നെ ചൂടുവെള്ളത്തിൽ മുക്കി പെയിൻ്റ് അടിക്കും പോലെ അങ്ങനെ വിജയിപ്പിച്ചെടുത്ത അത് BJPയുടെ കഴിവല്ല. അതിനുശേഷം ഉണ്ടായില്ല പിന്നെ. അപ്പോൾ അതുപോലെ സാഹചര്യത്തിൽ കൂടിയാൽ രക്ഷപ്പെടില്ല. കാരണം അവിടെ രണ്ട് സംഘർഷമാണ്, ഈഴവനും നായരും തമ്മിലുള്ളത്. നായർ എണ്ണം കുറവാണെങ്കിൽ ശക്തി കൊണ്ട് അവരാണ്, ഈഴവന് ശക്തി കുറവാണെങ്കിൽ എണ്ണം കൂടില്ല. അപ്പോൾ രണ്ടും ഉള്ളതുകൊണ്ടും കേന്ദ്ര BJPയെ സംബന്ധിച്ച് സുരേന്ദ്രനെ അവർക്ക് ഒഴിവാക്കാൻ പറ്റില്ല, സുരേഷ് ഗോപി ഒഴിവാക്കാൻ പറ്റില്ല. രണ്ടും ഒരു രീതിയിൽ മറ്റു ബലമുള്ളവരാണ്. അത് രണ്ടുപേരും നിർത്തുന്നത്. അതാണ് സുരേഷ്. ഇനി മറ്റൊരു കാര്യം, എന്തുകൊണ്ടാണ് BJPയിൽ പിന്നെ വാര്യരെ പോലുള്ളവർക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല? ഞാൻ ഉദാഹരണം പറഞ്ഞില്ല. ഞങ്ങളുടെ നാട്ടിൽ ഒരു പണക്കാരൻ, ആ പണക്കാരൻ്റെ മകളെ വേറൊരു നാട്ടിലെ പണക്കാരൻ്റെ മകളെ കൂടി കല്യാണം കഴിപ്പിച്ചു. അപ്പോൾ ഇവിടുത്തെ പണക്കാരന് സ്വത്തുണ്ടെങ്കിലും സാങ്കേതികമായിട്ട് പണക്കൊഴുപ്പ് കുറവാണ്, ഒരു ഗ്രാമീണതില്ല. അവിടുത്തെ പണക്കാരൻ കുറച്ചുകൂടി ബിസിനസ്സൊക്കെ ഉള്ളതുകൊണ്ട് മോഡേണാണ്. അപ്പോൾ ഈ ഭാര്യയുടെ ആങ്ങള അവിടെ ചെന്ന് 1-2 ആഴ്ച നിൽക്കാൻ വേണ്ടി പോയി കഴിഞ്ഞ് ഒരു ദിവസം നിന്ന് ഊണ കഴിഞ്ഞ് രാവിലെ പിന്നെ സോമില്ലിലേക്ക് പോകുമ്പോൾ ഈ അളിയൻ ചോദിക്കും, ആളുടെ പേര് ഞാൻ പറ്റില്ല, ആ പേര് അപ്പോൾ അങ്ങനെ പോകാമല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ പിന്നെ അവിടെ നിൽക്കാൻ പറ്റിയിട്ട് പോകാന്നതേ. അതുപോലെ നിങ്ങൾ പുറത്തേക്ക് വിടാൻ നോക്കി പിന്നെ അവിടെ എങ്ങനെ പിടിച്ചു നിൽക്കും? പരമാവധി പുള്ളി നോക്കി പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അവസാനം ഒറ്റ കയ്യത്. അവിടെയും സംഭവിച്ചത് ഗുണമായിട്ടാണ് ദൂഷ്യമായിട്ടാണെങ്കിലും CPM ആലോചിക്കാതെ ഇദ്ദേഹത്തിന് സർട്ടിഫിക്കറ്റ് കൊടുത്തു. ഇതേ സർട്ടിഫിക്കറ്റ് കൊടുത്താലേക്ക് ഇനി കോൺഗ്രസ് ചെയ്യുന്നപ്പോൾ CPM അത് കുറ്റം പറയാൻ പറ്റുമോ? അതാണ് പഴയ CPM നേതാക്കളിൽ നിന്ന്. ഇന്ന് ബുദ്ധിയുള്ളവരും ദീർഘവീക്ഷമുള്ള നേതാക്കൾ CPM പ്രത്യേകിച്ച് കേരള CPM ആരും നല്ല ഇല്ലെന്നാണ്. പണ്ട് ബേബിയൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ രാജേഷ്, അല്പം ബുദ്ധിജീവി രാജേഷും പിന്നെ രാജീവൊക്കെയാണ്. അവർക്ക് പോലും അങ്ങോട്ട് ഷൈൻ ചെയ്യാൻ പറ്റില്ല. അത് ഈ സമ്പത്ത് ഒന്നുകൂടിയിട്ടോ അല്ലെങ്കിൽ അധികാരം കിട്ടിയിട്ടോ എന്നറിയില്ല. ഇവരൊന്നും വലിയ അധ്വാനം കൂടെ അധികാരത്തിൽ വന്നാണല്ലോ. രാജ്യസഭ മെമ്പർ, MPമാർ മന്ത്രിമാരൊക്കെ അധികാരം കിട്ടിയിട്ട് കൂടി കഷ്ടപ്പെട്ട് കിട്ടിയ അധികാരത്തിൽ അത് അർത്ഥമുള്ളൂ, അത് കിട്ടി, അതുകൂടെ അതമ്പതിച്ചു പോയി. അല്ലെങ്കിൽ വാര്യർ പുറത്തിറങ്ങുമ്പോൾ തുടർന്ന് അന്ന് തന്നെ സർട്ടിഫിക്കറ്റ് കൊടുക്കാവോ? അതുകൊണ്ട് ഭാവിയിൽ ഉപയോഗിക്കേണ്ട ഒരു അഭിപ്രായം, ആശയം തകർത്ത് കളഞ്ഞല്ലേ? അല്ലെങ്കിൽ ഇപ്പോൾ ഇത് നല്ല അവസ്ഥയാണ് കോൺഗ്രസിനെതിരെ, പക്ഷെ പറയാൻ പറ്റില്ല, കാരണം അവർ സർട്ടിഫിക്കറ്റ് കൊടുത്തുപോയി. അതുകൊണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് വാര്യപ്പോൾ നിൽക്കാൻ പറ്റുന്നത്? അവിടെ ആശയപരമായിട്ടും ആദർശപരമായിട്ടും എല്ലാം വ്യത്യാസമാണ്, യോജിക്കാൻ പറ്റുന്ന രീതിയിലല്ല. BJP തന്നെ ഇന്ത്യയിൽ
ഇപ്പോൾ 10 വർഷം മോഡിജി ഭരിച്ചെങ്കിലും മോഡിജിക്ക് നില ക്ലിയർ ഇല്ലെന്നേ. ഇന്ന് ബി ജെ പി പറഞ്ഞത് വളരെ പ്രതിസന്ധി ഘട്ടത്തിലാണ്. പക്ഷെ അതിനാകെ കൂടി അവർക്ക് കിട്ടിയ ഒരു അനുകൂലം ഈ സോണിയ കോൺഗ്രസ്സാണ് പ്രതിപക്ഷം നയിക്കുന്നുള്ളതാണ്. ആ ഒരു ഗുണം മാത്രമേ ഉള്ളൂ ബി ജെ പിക്ക് ഇപ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്, ഇന്ത്യൻ ബി ജെ പിക്ക്. ബാക്കി എല്ലാം ഒരു ഫെയിലിയറാണ്. എന്നോട് ഒരു വലിയ രാഷ്ട്രമീമാംസൻ എന്നോട് ചോദിച്ചു, എൻ്റെ ഷായി നിങ്ങൾക്ക് എന്തറിയാം, ഈ രാഹുൽ ഗാന്ധി എല്ലാം ഉപേക്ഷിച്ച് രാഹുൽ ഗാന്ധി കുടുംബം കൂടി കോൺഗ്രസ് മാറി നിൽക്കാൻ ശ്രമിച്ച സാഹചര്യം ഉണ്ടായിരുന്നു. ആ സമയത്താണ് 5000 കോടി മുടക്കി രാഹുൽ ഗാന്ധിയെ ഒരു പ്രോത്സാഹിപ്പിച്ച് ഒരു കോർപ്പറേറ്റ് സംഘടന വന്ന് അങ്ങനെ പദയാത്ര നടത്തി. എന്നിട്ട് കോച്ച് സംസ്കാരം, AC കോച്ച് സംസ്കാരം. ലോകത്ത് ഒരു പാർട്ടി AC കോച്ചൊന്നും നടത്തിയിട്ടില്ല. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് AC കോച്ച് സംസ്കാരം പദയാത്ര. ആരായിരുന്നു അതിൻ്റെ പിന്നിൽ എന്ന് ചിന്തിച്ചു നോക്കാൻ പറയാം. ബുദ്ധിയുണ്ടെങ്കിൽ ചിന്തിച്ചു നോക്കാൻ പറയാം. അങ്ങനെ വന്നുകൊണ്ടല്ലേ ഈ BJP വീണ്ടും അധികാരത്തിൽ വന്നത്. ഇത് പറഞ്ഞ് ഇന്നത്തെ കോൺഗ്രസ്സുകാർക്ക് മനസ്സിലാവില്ല, ഇന്നത്തെ രാഹുൽ കോൺഗ്രസ് മനസ്സിലാവില്ല. ഞാൻ വീണ്ടും പറയുന്നത്, രാഹുൽ കോൺഗ്രസിനോ അല്ലെങ്കിൽ സോണിയ കോൺഗ്രസിനോ അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോ മനസ്സിലാകുമായിരുന്നെങ്കിൽ 540 സീറ്റുള്ള ഒരു പാർലമെൻറ്റിലേക്ക് മുസ്ലിം ലീഗിന് ഭൂരിപക്ഷമുള്ള ഒരു മണ്ഡലത്തിൽ നിന്ന് ഇവരെ ജയിപ്പിച്ചെടുക്കാൻ നോക്കൂലായിരുന്നു. അത് അമേരിക്ക ചാരസംഘടന, ഇസ്രായേലിലെ മൊസാദൊക്കെ ചേർന്ന് നിർത്തിയ വലിയൊരു രീതിയാണ്. രണ്ട് കാരണമാണ്. അത് BJPക്ക് വടക്കേന്ത്യയിൽ നിലനിൽക്കുകയും ചെയ്യാം, കേരളത്തിൽ അതിൻ്റെ പേരിൽ BJP ചെറിയ വളർച്ചയുണ്ടാക്കുകയും ചെയ്യാം. രണ്ടും നടന്നു. വടക്കേ ഇന്ത്യയിൽ BJP നിലനിർത്തി. ഇവിടെ കേരളത്തിൽ ഇതിന് ശേഷം ഈ 10 വർഷം അല്ലെങ്കിൽ 8-9 വർഷം കൊണ്ട് ഒരു പുരോഗതി ഉണ്ടായിട്ടുണ്ടായി. അതിപ്പോൾ കീഴ്മേൽ പറഞ്ഞ് അത് വേറെ കാര്യം. അപ്പോൾ ഇതെന്തീ കോൺഗ്രസ് മനസ്സിലാകാത്തത്? അപ്പോൾ അതുകൊണ്ടാണ് രാഹുൽ കോൺഗ്രസ്, സോണിയ കോൺഗ്രസ് പ്രതിപക്ഷത്ത് നിൽക്കുന്നതുകൊണ്ടാണ് ഈ BJP നിലനിൽക്കുക. അല്ലെങ്കിൽ BJP അട്ടർലി ഫെയിലിയറാണ്. പല കാരണങ്ങളുണ്ട്. കാരണം ഇന്ത്യയിലെ ജനങ്ങൾ അധ്വാനിക്കാൻ അറിയാവുന്ന, സ്നേഹിക്കാൻ അറിയാവുന്ന, വിശപ്പിന് വില അറിയാവുന്ന, സാഹോദര്യത്തിന് മഹത്വം അറിയാവുന്ന ഈശ്വര വിശ്വാസികളാണ് ബഹുഭൂരിപക്ഷവും. ഹിന്ദു സമുദായത്തിലും പ്രത്യേകിച്ചും അവരൊന്നും വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അവിടെ എന്താണ് ഞാനൊക്കെ ചെയ്യുന്നത്? ഒരു കാര്യം പറയും. ഇന്നലെ നടന്നത് ഈ കുമിളിയിൽ 2 ഇസ്രായേലി ഭാര്യയും ഭർത്താവും വന്ന് എന്തോ സാധനം വാങ്ങിച്ചു. കാശ്മീരി തൊഴിലാളികളെന്ന് പറഞ്ഞാൽ അവരുടെ കടയല്ലെന്നാണ് വന്നപ്പോൾ അവർ ഇസ്രായേൽ അതുകൂടി കൊടുക്കൂല മാത്രം എന്തോ വിഷയം ഉണ്ടാക്കി. ഒന്ന് ആലോചിച്ച് നോക്ക്. ഇസ്രായേലി ആണ് എന്ന് വിചാരിച്ച് മുൻ ഉപാധി കൂടി അവരെ കുറ്റപ്പെടുത്തി ശരിയാണോ? ശരിയല്ല, ഒരു സംശയമില്ലല്ലോ. ഇന്ത്യ ഗവൺമെൻറ്, ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളും കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളും ഇവിടുത്തെ കുസംഗി എല്ലാം പറയുന്നുണ്ട് ഇസ്രായേൽ എന്ന പേരിൽ അവിടെ ചെയ്ത് തെറ്റായി പോകുന്നു. ഞാനും സമ്മതിക്കുകയാണ്, തെറ്റ് തന്നെയാണ്. പക്ഷേ അങ്ങനെയെങ്കിൽ ഒരു സമുദായത്തിൻ്റെ പേര് കേട്ട മാത്രം ഉപയോഗിക്കുകയും കൊല്ലുകയും ചെയ്ത് അതെന്ത് നീതിയാണ് സഖാവേ? എന്ത് നീതിയാണ് ക്രിസ്ത്യാനികളെ? എന്ത് നീതിയാണ് സംഘികളെ? ഇസ്രായേലിൽ നിന്ന് കേട്ടുകൂടി അവർ കുറ്റപ്പെടുത്തുക അല്ലെങ്കിൽ ആക്രമിക്കുക അല്ലെങ്കിൽ ഒഴിവാക്കുക ചെയ്യുന്നത് തെറ്റ് തന്നെയാണ്, യാതൊരു സംശയമില്ല. കാരണം ഇന്നലെ ഞാൻ പറഞ്ഞാണ്, സിംഹം മുയൽ പിടിക്കാൻ വന്നപ്പോൾ അപ്പൂപ്പൻ കലക്കി എന്ന് പറയും പോലെ ഇസ്രായേലിൽ അവിടെ ബോംബെടുത്ത് കൊല്ലുന്നൊക്കെ തെറ്റ് തന്നെ. അതിന് പേരിൽ ഇസ്രായേലിൽ എല്ലാം തെറ്റാണെന്ന് പറയാൻ പറ്റുമോ? അതിനർത്ഥം ഒരു ഫിലോസഫി, ലോകത്ത് ഒരു വസ്തുവും 100% ശരിയായിട്ടില്ല, 100% തെറ്റായിട്ടില്ല. അതൊരു ഫിലോസഫിയാണ്, ലോകത്ത് തത്വസംഹിതയാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഇസ്രായേൽ മുഴുവൻ കുറ്റവാളികളാണോ? അല്ല. അറബികൾ മുഴുവൻ കുറ്റവാളികൾ അല്ല. കുറ്റം ചെയ്യുന്നത് കുറ്റവാളി തന്നെ, മറ്റെല്ലാം. അപ്പോൾ അങ്ങനെ ആ ഇസ്രായേലിക്ക് എതിരെ കാണിച്ചത് 100% തെറ്റാണെന്ന് നിങ്ങളൊപ്പം ഞാനും കൂട്ടിവെക്കാം, സമ്മതിക്കാം. പക്ഷേ അങ്ങനെയെങ്കിൽ ചില പേരുകൾക്ക് മാത്രം അവർ കുറ്റവാളിയാണെന്ന്, അവർ പേരുകൾ യാതൊരു മുഖപരിചയമില്ല, കേട്ടുകേൾവിയില്ല, പേര് കേട്ട് മാത്രം ദേഷ്യപ്പെട്ട് ട്രെയിനിൽ വെച്ചും മറ്റേൻ്റെ പേരിൽ തല്ലിക്കൊല്ല എന്ന് പറയുമ്പോൾ അതെന്ത് നീതിയാണ് മിത്രങ്ങളെ? പറയുമ്പോൾ എല്ലാം പറയണ്ടേ? ഇതൊക്കെ നമ്മൾ തുറന്ന് പറഞ്ഞില്ലെങ്കിൽ സമൂഹത്തോട് നമ്മൾ ചെയ്യുന്ന വഞ്ചനം തെറ്റാണ്. അപ്പോൾ ഇന്ത്യൻ ജനത സാങ്കേതികമായി ചിന്തിക്കുന്നതല്ല, വിശാലമായി ചിന്തിക്കുന്നതാണ്. അവർ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധി താഴെ ഇറക്കിയത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റോ കോൺഗ്രസോ BJP അല്ല, അത് ഇന്ത്യയിൽ അധ്വാനിക്കറിയാവുന്ന സാധാരണ ജനങ്ങളാണ്. അവർക്കൊരു കാര്യം മനസ്സിലായി, അടിയന്തരാവസ്ഥ ശരിയായതില്ല. അപ്പോൾ ഇപ്പോൾ BJP ആണ് ശരിയല്ലെന്ന് അവർക്ക് മനസ്സിലാകുന്നത്, അവരനുസരിച്ച് വോട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനെ നിയന്ത്രിക്കുന്ന കക്ഷികൾ ഇന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സോണിയ കോൺഗ്രസ് നേതാക്കളാണ്.
അവിടെയാണ് വിഷയം. നിങ്ങൾ പിണിങ്ങിയാലും കൊള്ള എണീങ്ങിയാലും കൊള്ള, സോണിയാഗാന്ധി കോൺഗ്രസിൻ്റെ നേതാക്കളുടെ പോക്ക് ശരിയല്ല. ഏറ്റവും വലിയ തെളിവ് 541 സീറ്റുണ്ടായിരുന്ന ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് ഈ മുസ്ലിം ലീഗിന് സ്വാധീനം കൂടുതലുള്ള വയനാട് നിന്ന് ജയിപ്പിച്ചെടുക്കാൻ ശ്രമിച്ചതാണ് ഏറ്റവും വലിയ തെറ്റ്. അട്ടേർലി ഫെയിലിയർ എന്ന് പറയും ഇംഗ്ലീഷിൽ. ഏറ്റവും വലിയ തോൽവിയായിപ്പോയി. അതിൻ്റെ ക്ഷീണം തൽക്കാലമൊന്നും കോൺഗ്രസ് തീരെയില്ല, ലീഗിനും തീരില്ല. ലീഗ് വിട്ടുകളെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലീഗൊന്നും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രസക്തമേ അല്ല. ഇവിടെ സഖാക്കൾ എന്ത് പറഞ്ഞാലും ഇവിടെ ലീഗുകാർ എന്ത് പറഞ്ഞാലും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ത്യൻ യൂണിയൻ, മുസ്ലിം ലീഗോ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ ഒരു പ്രസക്തമേ അല്ല. പക്ഷേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അങ്ങനെയല്ല, അത് പ്രസക്തിയുണ്ട്, ഇന്നുമുണ്ട്. ആ പ്രസക്തിയുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ നയിക്കുന്നത് ഈ സോണിയ കുടുംബം ആയതുകൊണ്ട് മണ്ടത്ത് കാണിക്കൂല. അല്ല, സോണിയ കുടുംബം കുഴപ്പമില്ല, മണ്ടത്ത്. അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധി ഒരിക്കലും വടക്കേ ഇന്ത്യ വിട്ട് ഡൽഹി പോട്ടെ, യു പി വിട്ട് മറ്റൊരു സ്റ്റേറ്റിലും മത്സരിക്കാൻ പറ്റില്ല. പിന്നെ ചില സാഹചര്യം ഇന്ദിരാഗാന്ധി കർണാടകത്തിൽ വന്നില്ലേ, അങ്ങനെ ചില സമയത്തൊക്കെ വരാം, അത് ചില കാര്യങ്ങൾ. അതല്ല, ഇതല്ല. അവിടെ തോൽക്കുന്നുണ്ട്, ഇപ്പോൾ ഇവിടെ ജയിക്കാൻ വേണ്ടി കുറുക്ക് വഴിയിൽ കണക്ക് ചെയ്യാന്ന് പറയും ഇംഗ്ലീഷിൽ, എളുപ്പത്തിൽ കണക്ക് ചെയ്യാന്ന്. അങ്ങനെ ചെയ്തല്ലേ. അത് മനസ്സിലാകാത്തത്ര കാലം ആ പാർട്ടി നയിക്കുന്ന നേതാക്കൾക്ക് ഇന്ത്യയിൽ അധികാരത്തിൽ കയറാം എന്നുള്ളത് വലിയ പ്രയാസമായിരിക്കുമെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അത് മനസ്സിലായ രക്ഷോട്ട്. ഏതുപോലെ അറിയോ, ഒരു അച്ഛനമ്മയെ സംബന്ധിച്ച് അവൻ്റെ ആൺകുട്ടികൾ കല്യാണം കഴിച്ചു കൊണ്ടുവരുന്ന ഭാര്യ നല്ലവളാണെങ്കിൽ ആ അച്ഛനമ്മയെ രക്ഷപ്പെട്ടു. എന്താ കാരണം? മകൻ എത്ര സ്നേഹമുണ്ടെങ്കിലും മകൻ എപ്പോഴും വീട്ടിലിരിക്കില്ല. ഒന്നുമില്ലെങ്കിൽ ബിസിനസ് പോലും പുറത്തുമ്പോൾ രാത്രിയോടുള്ളൂ. എപ്പോഴും ഇരിക്കുന്നത് സാധാരണഗതിയിൽ ഭാര്യമാരാണ്. ഇപ്പോൾ ഭാര്യമാരെല്ലാം അവർ ജോലിക്ക് പോകുന്നുണ്ട്. ആ പെൺകുട്ടി മനുഷ്യത്തുള്ള കുട്ടിയാണെങ്കിൽ ആ അച്ഛൻ രക്ഷപ്പെട്ടു. അതുപോലെ ഒരു ഭാര്യയുടെ വിജയം എന്താണ്? അവൾ പറയുന്ന കാര്യങ്ങൾ അവളുടെ ഭർത്താവ് ഉൾക്കൊള്ള മനസ്സിലാക്കുക. ചില ഭർത്താക്കന്മാരുടെ മുമ്പിൽ ഭാര്യമാർ എന്ത് പറഞ്ഞാൽ മനസ്സിലാവില്ല, അതാണ് കുഴപ്പം. മനസ്സിലായാലും എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാകുക എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഭാര്യമാരും ജീവിതത്തിൽ ആസ്വദിക്കും. അതുപോലെയാണ് ഇവിടെ. ഇത് കോൺഗ്രസ്സിൽ മനസ്സിലാക്കാത്തത് കാലം ഈ മുസ്ലിം ലീഗും ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും വിചാരിച്ചാലും ഇന്ത്യയിൽ അധികാരത്തിൽ കയറുമെന്ന് ചിന്തിക്കാൻ പറ്റില്ല. അതാണ് എൻ്റെ വസ്തുത. അപ്പോൾ സന്ദീപ് വാര്യരൊക്കെ കേസ് പറഞ്ഞതാണ്. ഇനി സന്ദീപ് വാര്യരൊക്കെ എങ്ങനെ പിടിച്ചാൽ കിട്ടുക എന്ന് പറയാണ്. പിന്നെ മാനസാന്തരപ്പെട്ട് ഇതിനു മുമ്പ് ചെയ്ത കാര്യങ്ങൾ ഏറ്റവും വലിയ പശ്ചാത്താപമാണ് ഏറ്റവും വലിയ പ്രായശ്ചിത്തം. നമ്മൾ തെറ്റ് ചെയ്തു പോയി, മനുഷ്യ സഹജമാണ്. അത് നമ്മൾ പശ്ചാത്തപിക്കാന്ന് വെച്ചാൽ അത് ഞങ്ങൾ ഇനി ചെയ്യില്ല, തിരുത്താം എന്ന് പറഞ്ഞാൽ അതാണ് പ്രായശ്ചിത്തം എന്ന് പറഞ്ഞത്. അത് നല്ല കാര്യമാണ്. ഇപ്പോൾ പിന്നെ സന്ദീപ് വാര്യർ പറഞ്ഞത് ഞങ്ങൾ സ്നേഹത്തിൻ്റെ കടയിൽ വിൽക്കവരാണ്, മറ്റ് വർഗീയ അതും നമുക്ക് ഇഷ്ടമല്ല, തെറ്റായിപ്പോയി, BJPയുടെ പ്രവർത്തനം ഒന്നും ശരിയല്ല എന്ന് അദ്ദേഹം പറഞ്ഞായിട്ടാണ് വാർത്ത കാണുന്നത്. അതോ ഇനി പിന്നെ സുരേന്ദ്രനോടുള്ള അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണനോടുള്ള വെളുപ്പ് മാത്രമാണെങ്കിൽ അവിടെ തെറ്റാണ്. പിന്നെ ഇത് പുറകിൽ കളിച്ച കളി എന്ന് പറയുന്നത് പിന്നെ ബെന്നി ബെഹനാനാണെന്നാണ് പുറത്ത് കേൾക്കുന്നത്. ഇതിനെ കോൺഗ്രസിലേക്ക് കൊണ്ട് അന്ന് മുരളീധരനും ഹസനൊക്കെ പറഞ്ഞത് അങ്ങനെ അനുകൂലിച്ച് പറഞ്ഞില്ല. പക്ഷേ ബെന്നി ബെഹനാൻ ഉൾപ്പെടെ ശ്രമിച്ചാണ് പ്രതിപക്ഷ നേതാവിനെയും പ്രതിപക്ഷ നേതാവിനെയും KPCC പ്രസിഡന്റ് സ്വാധീനിച്ചിട്ട് അദ്ദേഹത്തെ കൊണ്ടുവന്നതാണ്. എന്തു ആകട്ടെ, അദ്ദേഹം മാനസാന്തരപ്പെട്ട് വന്നെങ്കിൽ ഓക്കെ, നമുക്ക് അദ്ദേഹത്തെ ഉൾക്കൊള്ളാം. അതായത് പ്രേം നസീർ ഇന്ത്യൻ രാഷ്ട്രീയം വരുമെന്ന് പറഞ്ഞപ്പോൾ CH മുഹമ്മദ് സാഹിബ് പറഞ്ഞാണ് ഇന്ത്യൻ രാഷ്ട്രീയം പ്രേം നസീർ ഉൾക്കൊള്ളും, അല്ല നമുക്ക് നാളെ വിട്ടുപോകാൻ പറ്റുമോ? അതുപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ പിന്നെ വാര്യർ ഉൾക്കൊള്ളിക്കണം. അതാണ് കാര്യം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇങ്ങനെ മാറി മറിഞ്ഞു പോകുന്ന യാതൊരു ആദർശവും പിന്നെ തത്വസമിതി ഇല്ലാത്തതാണ് രാഷ്ട്രീയക്കാർ നേതാക്കളിൽ ബഹുഭൂരിപക്ഷവും. അപൂർവം പേരുണ്ട് ആദർശം പിടിച്ചു നിൽക്കുന്നത്. അത് വളരെ കുറച്ച്. ബാക്കിയെല്ലാം രാഷ്ട്രീയ ഒരു വിജയത്തിൻ്റെ കലയാണെന്ന് പറയും പോലെ, അല്ലെങ്കിൽ സാഹചര്യത്തിൻ്റെ സൃഷ്ടിയാണ് രാഷ്ട്രീയം എന്നൊക്കെ പറയും പോലെ, നമുക്കെന്താണ് മെച്ചം അത് നോക്കും. ഇന്നാളെ ഒരു കാര്യത്തിൽ ചെന്നപ്പോൾ മുസ്ലിം സമുദായത്തിൽ പല ഗ്രൂപ്പുണ്ട്. ഒരു ഗ്രൂപ്പിൽ നേതാവ് പറഞ്ഞ് അങ്ങനെ ചെയ്താൽ ഞങ്ങൾക്ക് എന്താ ഗുണമെന്ന് ചോദിക്കാം.
അപ്പോൾ ഞങ്ങളെന്ന് പറയുന്നത് നമ്മളെന്ന് പറയുന്നില്ല, മുസ്ലിം എന്ന് പറയുന്നില്ല, ആ ഗ്രൂപ്പിനൊന്നും. അത് കോൺഗ്രസ് ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും ആ ഗ്രൂപ്പിനെ കുറിച്ച് പറയുന്നത്, ആ വ്യക്തി ആ ഒരു ഗ്രൂപ്പിൽ എന്താ നേട്ടം എന്ന് നോക്കുകയാണ്. അപ്പോൾ ഗ്രൂപ്പ് കളിച്ച എന്താ ഗുണമെന്നറിയോ? പണിയെടുക്കാൻ കാര്യം നേടാം. ഇത്രയും കാലം കേരളത്തിൽ, ഇന്ത്യയിൽ അങ്ങനെ വലിയ ഗ്രൂപ്പ് ഒന്നും അറിയില്ല. കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസ്സിൽ ഗ്രൂപ്പില്ലാതെ ഉമ്മൻചാണ്ടി, പിന്നെ രമേശ് ചെന്നിത്തല ഗ്രൂപ്പ്, അല്ലെങ്കിൽ എ കെ ആന്റണിക്കാരുടെ ഗ്രൂപ്പ്. അപ്പോൾ രണ്ട് കൂട്ടർക്ക് ലാഭമാണെന്നേ, പണിയെടുക്കാൻ പങ്കിട്ടാവുന്നല്ലോ. അല്ലെങ്കിൽ പണിയെടുക്കണം. അവർ എളുപ്പത്തിൽ ക്രിയ ചെയ്താണ് ഇവരെല്ലാം വന്നിരിക്കുന്നത്. അതാണ് പറ്റിയത്. ഇപ്പോഴും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മനസ്സിലാക്കുന്നൊരു കാര്യം, ഇന്ത്യയിൽ കേരളത്തിലും ആൾക്കൂട്ടം വോട്ടാവില്ല. വോട്ടാകണമെങ്കിൽ 2-3 ഘടകങ്ങളുണ്ട്. അത് ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞു തരാണ്. നീ എത്ര കാലം പറയാനുണ്ടാവും അറിയില്ല. ഒന്ന്, വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുക. കോൺഗ്രസ്സുകാർ വളരെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇത് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇത് കേൾക്കുന്ന എല്ലാവരും തന്നെ നിങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ ഇടുക, പറഞ്ഞും മനസ്സിലാക്കുക. 3 കാര്യങ്ങളാണ്. ഒന്ന്, വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുക. ആൾക്കൂട്ടം വോട്ടാവില്ല, ആൾക്കൂട്ടത്തിൽ വോട്ട് കിട്ടില്ല. വോട്ടേഴ്സ് ലിസ്റ്റ് പേരിൽ മാത്രം വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. മറ്റൊന്ന്, അങ്ങനെയുള്ള വോട്ടേഴ്സ് ലിസ്റ്റ് പേരുള്ള വോട്ടർമാരെ കൊണ്ട് പോളിംഗ് ബൂത്തിൽ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കുക. നമ്പർ 2 ഇല്ലേ. മൂന്നാമത്, വോട്ട് എണ്ണുന്നവരെയും അതിന് കാവൽ നിൽക്കാൻ കൃത്യം ചെയ്യാതിരിക്കാൻ വേണ്ടി. അങ്ങനെ ഒരു വോട്ടിന് ജയിച്ചാലും ജയം തന്നെയാണ്. അങ്ങനെ ജയിച്ചു വരുന്ന എം പിമാരെ കൂടുതലുണ്ടാക്കുക, എന്നിട്ട് രാജ്യം ഭരിക്കുക, ജനങ്ങളെ സപ്പോർട്ട് ചെയ്യുക, നന്നാക്കുക. അതാണ്. ഇതില്ലാതെ എളുപ്പവഴി കുടുംബ പാരമ്പര്യം വെച്ചുകൊണ്ട് സോണിയാഗാന്ധി, ഇന്ദിരാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ആൾക്കൂട്ടം കൂടിയിട്ട് ഒരു കാര്യമില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യം UP-യിലൊക്കെ കോൺഗ്രസ് യോഗങ്ങളിൽ ഇരിക്കാൻ സീറ്റില്ല, നിൽക്കാൻ ആളില്ല. അതിന് എല്ലാ യോഗം വോട്ട് എണ്ണിയപ്പോൾ കിട്ടുന്നില്ല. അതിൽ മറ്റെല്ലാം കൃത്യം നടന്നു പറയുന്നുണ്ട്. അതും ശ്രദ്ധിക്കണത്. അത് മോഡിജിയുടെ യോഗങ്ങൾ ആൾ കുറവാണ്, കസേര ഇരിക്കാൻ പോലും ആളില്ലാതെ. എന്നിട്ട് വോട്ട് എണ്ണുമ്പോൾ പറയുന്നുണ്ട്. അത് 2 കാരണമുണ്ട്. തട്ടിപ്പ് മാത്രമല്ല, അവർ ചെയ്യുന്നത് വളരെ ബുദ്ധിപൂർവ്വമാണ്. അത് നമ്മൾ അംഗീകരിക്കാമല്ല. ശത്രു ആണെങ്കിൽ പോലും കഴിവുള്ള നമ്മൾ അംഗീകരിക്കുക എന്ന് പറയും പോലെ, BJP ആണെന്ന് വിചാരിച്ചിട്ട്, സംഘപരിവാറാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എതിർത്തിട്ട് കാര്യമില്ല. അവർ നല്ല കാര്യം ചെയ്യണം. അവർ ബുദ്ധിപൂർവ്വമാണ്. എന്താണ്, ഒരു പേജ് വോട്ടർമാർ ഞാൻ പറയില്ല, ഞാൻ വാഴക്കുളം പഞ്ചായത്തിൽ മത്സരിച്ചപ്പോൾ ഞങ്ങൾ ചെയ്താണ്. ഒരു വോട്ടേഴ്സ് പേജ്, ഒരു വോട്ടേഴ്സ് ലിസ്റ്റ് 2 വർഷം കടലാസ് നമ്മൾ ഒരാൾ വെച്ചാണ്. ഇവരെന്താ ചെയ്യുന്നത്, ഒരു പേജിന് ഒരാളെയും ആ ഒരാൾക്ക് സഹായിക്കുന്ന 12 പേര്. ഇപ്പം 13 പേരുണ്ടെന്നേ ഒരു വോട്ടേഴ്സ് ലിസ്റ്റ് ഒരു പേജിന് വേണ്ടി. ആകുന്ന 240 പേരുള്ള ഒരു പേജിൽ കൂടി വന്ന 240 പേരാണ്. 240 പേരിൽ കൂടി ഒരു 4 ആൾ കൂട്ടിക്കോ. അപ്പോൾ 1000 കൂട്ടിക്കോ, 100 കൂട്ടിക്കോ, 1000 പേരും. 1000 പേര് 1000 ഒന്നും ഇല്ല ഉണ്ടെങ്കിൽ തന്നെ അത് 20 പേരെയാണ്, 13 പേര് വെച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ അനങ്ങിയാൽ അറിയാൻ പറ്റും. അപ്പോൾ പിന്നെ അതുപോലെ ചെയ്യുന്നുണ്ടോ കോൺഗ്രസ്? ചെയ്യുന്നുണ്ടോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിട്ടുകളെ, കാരണം അവർ കുറേയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ചെയ്താലും ഈ കൊച്ചു കേരളത്തിൽ മാത്രമേ ഉള്ളൂ. പശ്ചിമ ബംഗാളും ത്രിപുരയ്ക്ക് പോയി കമ്മ്യൂണിസ്റ്റ് പ്രസക്തമല്ല. അതുകൊണ്ട് അതിനിപ്പോൾ അതിന് കാര്യമൊന്നുമില്ല. ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ക്ഷീണിച്ച അപകടമാണ്. പക്ഷെ അവരിങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് കോൺഗ്രസ് നിങ്ങൾ ശ്രദ്ധിക്കണം. അങ്ങനെ ചെയ്യണം. അതാണ് കാര്യം. അപ്പോൾ ഒരു വോട്ട് ജയിച്ചാലും ജയം തന്നെയാണ്. അല്ലാതെ 5 ലക്ഷം വോട്ടിന് പ്രിയങ്ക ഗാന്ധി വാളിൽ പോയിട്ട് കാര്യമൊന്നുമില്ല. അത് തന്നെയല്ല, കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ 7 ലക്ഷം വോട്ട് ശതമാനം ജയിക്കല്ലേ. ജനങ്ങൾ പലതും മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കാതെ മുന്നോട്ട് പോകുന്ന കോൺഗ്രസ്സുകാരോട് കൃത്യം പറയാനുള്ളത്, നിങ്ങൾ കുറച്ചുകൂടി ബുദ്ധിപൂർവ്വം പ്രാക്ടിക്കലായി ചിന്തിച്ചിട്ട് ഈ പറഞ്ഞ വോട്ടേഴ്സിന് പേര് ചേർക്കി വോട്ട് ചെയ്യിക്കുകയും വോട്ടെണ്ണി കാത്തുകയും ചെയ്ത് ഇന്ത്യ മഹാരാജ്യത്തെ രക്ഷിക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നതോടൊപ്പം തന്നെ, കുമളിയിൽ ഇസ്രായേലികളാണ് എന്ന പേരിൽ അവർ ബഹിഷ്കരിച്ച് തെറ്റായിപ്പോന്ന് പറയുന്നതോടൊപ്പം തന്നെ, അപ്പോൾ ഒരു പേര് കേട്ടു നിങ്ങൾ വംശഹത്യ പോലെ പറയരുത്. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ് ചെയ്ത് ഓക്കെ, നമ്മളത് എതിർക്കണം. B തെറ്റ് ചെയ്ത് എതിർക്കണം. അല്ല, A ചെയ്യുന്ന മുഴുവൻ തെറ്റ്, B ചെയ്യുന്ന മുഴുവൻ ശരി എന്നുള്ള വ്യാഖ്യാനം ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാനെല്ലാം വാക്ക് നിർത്താൻ നിങ്ങൾക്ക് ഒരായെന്നാണ്. ജയ് ഹിന്ദ്.